ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ. ഈ ഹാപ്പി ന്യൂ ഇയറിൽ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. ഒരു ഉച്ചയൂണ് തയ്യാറാക്കാൻ പോവുകയാണ്. അതായത് ഒരു ഡെലിഷ്യസ് ലഞ്ച്. ആ ഉച്ചയൂണ് തയ്യാറാക്കി ഞങ്ങൾ കഴിക്കുന്നതൊരു വാഴയിലയിലാണ്. അതായത് ഇതാണ് വീടിനുള്ളിൽ വളരുന്ന നമ്മുടെ വാഴയാണിത്. ഇതിൽ നിന്ന് ഒരു ഇല വെട്ടി അതിലാണ് ഊണ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഈ ഇലയാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. എന്നാൽ ഇതിനകത്തുകൂടെ ഒരു നാമ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അതിനൊന്നും കുഴപ്പം പറ്റാതെയാണ് വെട്ടുന്നത്. കുറച്ചിങ്ങോട്ട് മാറ്റി ഇത് വെട്ടാൻ പോവുകയാണ്. ഇതാണ് ആ ഇല. നല്ല ഒരു ഇലയാണ്. ഇതിനെയും നല്ലതുപോലെ തുടച്ചെടുക്കണം. ഞങ്ങളെല്ലാവരും ഈ ഒരു ഇലയിൽ നിന്നാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. കാരണം ഒരിലയെ വെട്ടിയിട്ടുള്ളൂ, അധികം വെട്ടാനൊക്കത്തില്ല. ഒരില വെട്ടിയിട്ടുണ്ട്. ഇതിലാണ് ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. ഊണിന് ആദ്യമായിട്ട് ചോറ് വയ്ക്കുകയാണ്. ഇത് മട്ട റൈസാണ്. 1.5 കപ്സ് ഉണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രഷർ കുക്കറിലേക്ക് ഇടുന്നു. പ്രഷർ കുക്കറിൽ അരിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് അടയ്ക്കുന്നതിന് മുമ്പേ ഈ ഹോൾസൊക്കെ ക്ലിയർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ വെയിറ്റിൻ്റെ ഈ ഹോൾസും ക്ലിയർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് വയ്ക്കാവുന്നതാണ്. പിന്നെ ലിഡ് ഇങ്ങനെ നല്ലതുപോലെ ക്ലോസ് ചെയ്യുക. ഒരു 4 വിസിലാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പം പ്രഷർ കുക്കർ ഓഫ് ചെയ്യും, സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കും. ഈ ഊണിന് വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന കറി പപ്പടം കറിയാണ്. ഈ പപ്പടം നല്ല ഫ്രഷ് പപ്പടമാണ്. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കും. രണ്ട് സൈഡും നല്ലതുപോലെ ക്രഞ്ചി ആക്കി എടുക്കണം. നല്ലതുപോലെ മൂക്കണം. എണ്ണ കൊണ്ടിടുന്നു. ഒരു സൈഡ് കുമള വരുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്യണം ഇങ്ങനെ. എന്നിട്ട് ഇച്ചിരി ക്രഞ്ചി ആകുന്ന ഉടനെ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. പപ്പടം കറി വയ്ക്കാനുള്ളത് ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇത്രയും കാച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുക്കുന്നില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്താണ് കറി വെക്കുക. കറിക്ക് വറുത്ത് ചേർക്കാനുള്ള ഐറ്റങ്ങളാണിത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒണിയൻ നുറുക്കിയതുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരല്ലി ഗാർലിക് നുറുക്കി വെച്ചിരിക്കുകയാണ്. കറി ലീഫ്, വറ്റൽമുളക്, അത് കഴിഞ്ഞ് ഒരു ടൊമാറ്റോ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത് ചേർക്കാനാണ്. അരയ്ക്കാനുള്ള ഫ്രഷ് കോക്കനട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരു കപ്പും കുറച്ചുകൂടുണ്ട്. കുറച്ച് ഒണിയൻ നുറുക്കിയിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യും. കറിക്ക് വേണ്ടി വറുത്ത് ചേർക്കാൻ പാനിൽ ഓയിൽ ഒഴിച്ചു, കടുക് വറുത്തു, അതിലേക്ക് ഒണിയൻ ഇടുന്നു. നമ്മൾ കറി ലീഫ് ആൻഡ് ഗാർലിക് ചേർക്കുന്നു. നമ്മൾ കീറിയത് ചേർക്കുന്നു. ഈ കൂട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആക്കുക. അതിനുശേഷം ടൊമാറ്റോ ചേർക്കാം. കൂട്ടിലേക്ക് ടൊമാറ്റോ ചേർക്കുന്നു. ടൊമാറ്റോ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാവുന്നതാണ്. ഞാനിടുന്നു. ഇനിയും ആവശ്യത്തിനുള്ള സോൾട്ടും ചേർക്കുന്നു. തേങ്ങ അരച്ച കൂട്ട് ഒഴിക്കുന്നു. ഈ തേങ്ങ അരച്ചൊഴിച്ച കൂട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ചേർക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ്. കറിയുടെ കൺസിസ്റ്റൻസി ഇത്രയുമാണ്. പപ്പടം കൂടി ഇടുമ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കാകും. കറി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനിയും പപ്പടം ഇതിലേക്ക് ചേർക്കുന്നു. പപ്പടം ഇങ്ങനെ പൊടിച്ചാണ് ചേർക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ടോട്ടൽ
7 പപ്പടം 7 പപ്പടം ഇട്ടിട്ടുണ്ട്. ഊണിനുള്ള പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കർ സ്റ്റീമൊക്കെ ഡൗൺ ആയി. ഇതിൻ്റെ വെയിറ്റ് എടുക്കാൻ പോവുകയാണ്. സ്റ്റീം ഡൗൺ ആകുന്നിടം വരെ വെയിറ്റ് എടുക്കരുത്. ഇനി ഇത് തുറന്ന് നോക്കുന്നു. ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. അത് ചോറ് സ്റ്റിക്കി ആകാതിരിക്കാനായിട്ടാണ്. തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. കഞ്ഞി ഇനിയും ഈ സ്ട്രെയിനറിലേക്ക് ഊറ്റുന്നു. ചോറ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്തു. ഊണ് റെഡിയായി. അതിനുള്ള ചോറ് ഇലയിലേക്കിടുന്നു. എല്ലാവരും കൂടെ ഒരു ഇലയിൽ നിന്നാണ് കഴിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഉള്ള ചോറാണിത്. ഇതാണ് പപ്പടം കറി. മീൻ വറുത്തത്, ഇത് ചിക്കൻ, ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി, തോരൻ, ചീര ചക്കക്കുരു തോരൻ, ഫിഷ് കറി, അച്ചാർ. ഇത് ഡ്രൈ മാംഗോ അച്ചാറാണ്. നല്ല ടേസ്റ്റി അച്ചാറാണിത്. പപ്പടം കറിയാണ് വെച്ചത്. എന്നാലും 2 പപ്പടം കൂടെ വയ്ക്കുന്നു. അത് ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി. ഇന്ന് ഒരിലയിലാണ് കഴിക്കുന്നത്. ധാരാളം കൂട്ടാനുണ്ട്. എന്നും ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഇന്നിങ്ങനെ നമ്മുടെ വീട്ടിലൊരു ഇല ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഇലയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.